ആരും ഞെട്ടണ്ട, ഇതാണ് മാഞ്ചസ്റ്ററിലെ ട്രഫോർഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഞാൻ വന്ന് കണ്ട് പൊളന്ന് നിന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. കാരണം ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ അടിപൊളിയാണ്, പറയാനൊന്നുമില്ല. കാരണം പഴയ ആ ഒരു ആർക്കിടെക്ചറൽ തീമിലാണ് ഇവരിതെല്ലാം സൂക്ഷിച്ചേക്കുന്നത്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു വന്ന സമയത്ത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മൾ വന്നത് ഈവനിങ്ങിലാണ്, കാരണം നമ്മളൊരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയൊരു ചൈന ടൗൺ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അത്രയ്ക്കും വലിയ ഒരു സംഭവമാണ് ട്രഫോർഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ പരന്നങ്ങ് കിടക്കുകയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇന്നിപ്പോൾ മൂവി കാണാൻ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്ലോറ് മുകളിൽ കയറിയിട്ടാണ് നമുക്കവിടെയാണ് സിനിമാസൊക്കെ വരുന്നത്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത്. എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പം പിള്ളേർക്കൊക്കെ, ഇപ്പോൾ പിള്ളേരെയൊക്കെ ആയിട്ട് പോകാൻ സേഫ്റ്റി കൺസേൺസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ റോളർ കോസ്റ്ററിൻ്റെ ഒരു വിഷ്വൽ സംഭവമാണ് ഇപ്പം നമ്മൾ കണ്ടത്. കാരണം കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകം മുഴുവൻ കണ്ടില്ലേ, നല്ല അടിപൊളി ആർക്കിടെക്ചറാണ് ഇവിടെ ഫുള്ള്. നമ്മുടെ സ്ക്രീൻ വരുന്നത് 14 ആണ്. അപ്പം നമുക്ക് മൂവിക്ക് കയറാൻ ടൈമായി. എന്നാൽ പിന്നെ പോയാലോ? അപ്പോൾ ഞങ്ങൾ ഇപ്പം തുടരും ഫസ്റ്റ് ഡേ ആയിരുന്നു, ഇന്ന് റിലീസായിരുന്നു. അപ്പം ഞങ്ങൾ നൈറ്റ് ഇപ്പം മൂവി കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. മസ്റ്റ് വാച്ച് മൂവിയാണ്. എൻ്റെ പൊന്നെ, മോഹൻലാലിൻ്റെ എന്താ പറയുക, ചില സമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന ടൈപ്പ് അടിപൊളി സീൻസ് ഉണ്ടായിരുന്നു. ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടം. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. അതുപോലത്തെ അടിപൊളി പടമാണ്. കാണണം, മസ്റ്റ് വാച്ചാണ്, എല്ലാവരും കാണണം. എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് പോകും. ഞാനൊന്നും നോക്കാതെ, റിവ്യൂ കാണാതെ, ഒന്നും നോക്കാതെ വന്ന് കണ്ട ഒരു പടമാണിത്. എനിക്കൊന്നും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു. പക്ഷെ അടിപൊളി പടം, വന്ന് കാണണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി പടം. എല്ലാ ആക്ഷൻ സീൻസൊക്കെ അയ്യോ എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. വന്ന് കാണണം ഉറപ്പായിട്ടും. അപ്പോൾ ഈ കലാശക്കൊട്ടോടെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികൾ തീരുകയാണ്. ടാറ്റാ, ബൈ.